കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനേകം വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ന്യൂനപക്ഷ വിവേചനത്തിന് 28/5/2021 ഹൈക്കോടതി വിധിയിലൂടെ തീർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. 80:20 എന്ന അനുപാതം ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി നേടിയെടുക്കുവാൻ ദൈവം തൻ്റെ കരങ്ങളിൽ ഉപയോഗിച്ച ഈ കാലഘട്ടത്തിലെ ഒരു ദാവീദാണ് ശ്രീ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ. അദ്ദേഹം ഇന്ന് നമ്മളോട് കൂടെ ഷെക്കേന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് സംവദിക്കുന്നു. സ്വാഗതം. ഷെക്കേന ടെലിവിഷൻ്റെ പല പ്രോഗ്രാമുകൾ, പല ചർച്ചകളിൽ, ഡിബേറ്റുകളിലൊക്കെ ഈ 80:20 എന്ന പ്രശ്നത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് നമ്മുടെ പ്രോഗ്രാമുകൾ കാരണമായി തീർന്നിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ജസ്റ്റിനും ഇതിൽ മുൻപ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുവാൻ അങ്ങയെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്തായിരുന്നു? വാസ്തവത്തിൽ യാദൃശ്യമാണോ എന്ന് ചോദിച്ചാൽ യാദൃശ്യമല്ല. എന്നാൽ വളരെ കരുതിക്കൂട്ടി തന്നെയാണ് നമ്മൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നീങ്ങുന്നത്. എങ്കിലും ഈ കുട്ടികളുടെ ഇടയിലും യൂത്തിൻ്റെ ഇടയിലുമായിരുന്നു ഞാൻ കൂടുതൽ കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ അവരുടെ പല പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം 80-20 എന്ന് പറയപ്പെടുന്ന ഒരു വിഷയം ഉയർന്നു വരുന്നത്. അപ്പോൾ അതിലേക്ക് ചെറിയൊരു ശ്രദ്ധ കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറകിൽ കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് അധ്വാനിക്കുന്ന അമൽ, കോട്ടയത്തുള്ള കുടമാളൂരുകാരൻ അമലുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതിനെപ്പറ്റി പഠിച്ചു. പല ഡോക്യുമെൻറ്റ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങൾ കൈകാര്യം ചെയ്ത് പഠിച്ചു. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇതിനകത്തൊരു അനീതിയുണ്ട്. ഞങ്ങൾ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷകളൊക്കെ കൊടുത്ത് നമുക്ക് കൃത്യമായി ബോധ്യം കിട്ടി ഇതിനകത്തൊരു പഠനമൊന്നും നടത്താതെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവമായിട്ട് മുന്നോട്ട് പോകുന്നത് പിടികിട്ടി. അങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും അമലും കൂടെ നമുക്കിത് കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നതും നമ്മൾ വക്കീലന്മാരുടെ സഹായത്തിലേക്ക് തേടുന്നതും. അങ്ങനെ ഞങ്ങൾ എറണാകുളം വി കെ അസോസിയേറ്റ്സ് അഡ്വക്കേറ്റ് ജൂലിയൻ സാറിനെയാണ് ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത്. ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചെന്നു. സാർ അത് നന്നായിട്ട് സ്വീകരിച്ചു. എന്തായാലും ആഴ്ചകളെടുത്ത് ഞങ്ങൾ പഠിച്ചു. ഫസ്റ്റ് ഡ്രാഫ്റ്റിന് ശേഷം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും അത് ഒരു സീനിയർ അഡ്വക്കേറ്റ് വേണം. അങ്ങനെ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ലായിരുന്നു. പരസ്പരം ഏറ്റവും സീനിയറായിട്ടുള്ള രാജു സാറിനെ നമ്മൾ സമീപിച്ചു. രാജു സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു എതിർപ്പ് കിട്ടുവാണെങ്കിൽ അത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം അത്രയും സീനിയറായിട്ടുള്ള ഒരാൾ, കാരണം പല സീനിയർ അഡ്വക്കേറ്റ്സും പല പ്രമുഖരും നമ്മളോട് പറഞ്ഞിരുന്നു ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട, കേസ് ജയിക്കില്ല, ഒരു സാധ്യതയില്ലാത്ത കേസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ സാറ് നോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു. പക്ഷേ സാറ് ചെന്നതേ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്, ഇതൊരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഇത് വലിയൊരു അനീതിയാണെന്നൊരു ബോധ്യം ഞങ്ങൾക്കും കൂടെ കൂടുതൽ പകർന്നു തന്ന് സാറാണ് പിന്നീടുള്ള ബാക്കി ഡ്രാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് നടത്തി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഏറ്റവും മിനിമത്തിലുള്ളൊരു പശ്ചാത്തലം. ഈ 80:20 എന്നുള്ള അനുപാതം അതിനകത്ത് വലിയ പ്രസക്തി ഇല്ലെന്നും വാസ്തവത്തിൽ 100% മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടതായിരുന്നെന്നും 20% അവരുടെ മഹാമനസ്കത കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ഔദാര്യമായിട്ട് തന്നതാണെന്നും ഒക്കെ പറയുന്ന അവരുടെ വാദത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ഈ ദിവസങ്ങളിൽ ചാനൽ ചർച്ചകളെല്ലാം ഇരുന്ന് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പലരും പറയുന്നത് 100% അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അത് ഗവൺമെൻറ് 20% മറ്റ് 5 ഡിനോമിനേഷൻ വേണ്ടി കൊടുത്തതിനെ ഇന്ന് വരെ അവരൊരു സ്ഥലത്തും ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെയെങ്കിൽ ഇതിനെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എന്ന് വിളിക്കുന്നതിനേക്കാൾ മുസ്ലിം ക്ഷേമ വകുപ്പ് എന്ന് വിളിക്കുന്നതായിരുന്നല്ലോ കുറച്ചുകൂടെ നല്ലത് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതായത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി റിപ്പോർട്ടും തീർച്ചയായിട്ടും മുസ്ലിം പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അവർ കൊടുത്ത റെക്കമെൻഡേഷനും മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതിനകത്തും യാതൊരു നമുക്ക് തർക്കവുമില്ല, നമുക്കതിനകത്ത് മറ്റൊരു വാദവുമില്ല. പക്ഷേ ഈ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയ സ്കോളർഷിപ്പുകൾ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന വിതരണം ചെയ്തപ്പോൾ ആ മൈനോറിറ്റി കമ്മീഷനകത്ത്
മുസ്ലിം സമുദായം മാത്രമല്ല, ബാക്കി 5 ഡിനോമിനേഷനും കൂടെ ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ബുദ്ധിസ്റ്റ്, സിഖ്, പാർസി, ജൈന വിഭാഗങ്ങളെല്ലാം ഉണ്ട്. ഈ വിഭാഗങ്ങൾക്കും കൂടെ അർഹതപ്പെട്ടതാണെന്നുള്ള ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ സമുദായത്തിന് വേണ്ടി മാത്രം ഈ കേരളത്തിൽ രൂപീകരിച്ച മൈനോറിറ്റി കമ്മീഷനെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുപോയതിനെയാണ് നമ്മൾ കാണേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്. ഇപ്പോൾ ഈ 80:20 എന്നുള്ള അനുവാദം അത് ഹൈക്കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുവഴിയായിട്ട് ഈ മുസ്ലിം സമുദായത്തിന് വളരെ ഗംഭീരമായ കനത്ത നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പുമില്ല എന്ന് മാത്രമല്ല, എനിക്കതിന് മുമ്പ്, ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഈ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ക്രൈസ്തവ സമുദായം ബോധപൂർവം എന്തോ ഒരു മതസ്പർദ്ധ വളർത്താൻ പോവുകയാണെന്നുള്ള രീതിയിലാണ് ഈ കേസ് കൊടുത്തതെന്നൊക്കെ. കേസ് കൊടുത്തത് ഒരു വ്യക്തി എന്ന നിലയിൽ, തീർച്ചയായിട്ടും ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അന്ന് വേറെ ആരും ഒരു സപ്പോർട്ടിനും ഉണ്ടായിരുന്നുമില്ല. അന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് തന്നെ കേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ കേസിൻ്റെ പരാതിയുടെ കോപ്പിയോ അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പിയോ കയ്യിലുള്ള ആർക്കും അതിൻ്റെ റെസ്പോണ്ടൻസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആർക്കെതിരെയാണ് കേസ് കൊടുത്തതെന്ന് വ്യക്തമാണ്. അതിനകത്ത് റെസ്പോണ്ടൻസ് സംസ്ഥാന സർക്കാരും ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റുമാണ്, മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റുമാണ് അതിനകത്തെ എതിർകക്ഷികൾ. അല്ലാതെ വേറെ ഒരു മത സമൂഹങ്ങളോ മതവിഭാഗങ്ങളോ മറ്റൊരു കമ്മ്യൂണിറ്റിയോ അല്ല. അങ്ങനെ നീങ്ങാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും നീങ്ങത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നത്, ഈ കേസ് ഒരിക്കലും ഒരു സമൂഹത്തിനും എതിരായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾ, മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിൽ നടപ്പിലാക്കിയ അനീതിപരമായ ചില ഉത്തരവുകൾക്കെതിരെ മാത്രമാണ് കോടതി പോയിരിക്കുന്നത്, കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അതിനകത്ത് അവർക്ക് ഭീമമായ നഷ്ടമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്ത് ഭീമമായ നഷ്ടമാണ്? അവർ പകുതി കാര്യങ്ങൾ മറച്ചു വെച്ച്, പകുതിയല്ല 99% കാര്യങ്ങൾ മറച്ചു വെച്ച് ഈ ഒരു കാര്യം മാത്രമാണ് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ശരി, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വഖഫ് ബോർഡുണ്ട്. വഖഫ് ബോർഡിനകത്ത് ഇതേപോലെ സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇനി ഒ ബി സി കാറ്റഗറി, ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ, അവരുടെ സമൂഹത്തിൽ തന്നെ അവരുടെ നേതൃത്വം അവഹേളിക്കപ്പെടും, നിന്ദിക്കപ്പെടും. കാരണം കേരളത്തിലെ എൻ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി OBC ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ആകെപ്പാടെ 4 മുസ്ലിംസിനകത്ത് തന്നെ 4 കമ്മ്യൂണിറ്റി OBC പെട്ടിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൽ അത് വന്നു കഴിഞ്ഞപ്പോൾ മാറി മാറി വന്ന സർക്കാരുകൾ OBC ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിനകത്ത് എൻ്റയർ മുസ്ലിം കമ്മ്യൂണിറ്റി OBC ലിസ്റ്റ് വന്നു. ഇനി അത് എങ്ങനെയാണ് അവർക്ക് ദോഷമായിട്ട് വരുന്നത്? അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഞാനൊരു 1-2 ഉദാഹരണം പറയാം, പേര് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവരുത്. ഒന്ന് നമ്മുടെ യൂസഫ് അലി ലുലു ഗ്രൂപ്പ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ് ഗ്രൂപ്പ്, വഹാബിൻ്റെ PV അബ്ദുൽ വഹാബ് MPയുടെ ഒക്കെ PV ഗ്രൂപ്പ്, പാണക്കാട്ടെ തങ്ങൾ കുടുംബം, നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കുടുംബം ഒക്കെ OBC കാറ്റഗറിയിലാണെന്ന് പറയാൻ അവർ സമ്മതിക്കുമോ? ആ കുടുംബം അവർക്ക് എവിടെയാണ് വിദ്യാഭ്യാസപരമായ പിന്നോക്കമുള്ളത്? അവർക്ക് എവിടെയാണ് സാമ്പത്തികപരമായ പിന്നോക്കമുള്ളത്? അവർക്ക് എവിടെയാണ് സാംസ്കാരികപരമായ പിന്നോക്കമുള്ളത്? അവരെല്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ നല്ലൊരു വിഭാഗവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ട് മുന്നോക്ക് തന്നെയാണ്. അതവർ പറയാൻ സമ്മതിക്കുന്നില്ലോ, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല, അവർ പറയുന്നില്ല. ഈ OBC വിഭാഗത്തിൽ നിന്നും അവർക്ക് സ്കോളർഷിപ്പുകളും ആനുകൂല്യങ്ങൾ, ലോണുകൾ, മറ്റു കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിന് ആനുകൂല്യങ്ങൾ കുറയില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ലാത്തതുപോലും ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് നഷ്ടം സംഭവിക്കുന്നില്ല. മറ്റൊന്ന്, ഇത് കൂടാതെയാണ് അവർക്ക് നിയമനങ്ങളിലൊക്കെയുള്ള 12% സംവരണം കിടക്കുന്നത്. അതും കിടപ്പുണ്ട്, 12% സംവരണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊന്നും അവർ മിണ്ടുന്നില്ല. അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ വലുത് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒന്നും നഷ്ടപ്പെടുന്നില്ല. നിലവിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടപ്പിലാക്കപ്പെടുന്ന ഈ സാമൂഹിക അവരുടെ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുള്ള വിവേചനം അത് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ നമ്മൾ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. ക്രൈസ്തവ സമുദായത്തിന് ഈ വിധി കൊണ്ടുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നിലവിൽ ഇവിടെയും നമ്മൾ ഒരു രസകരമായ വസ്തുതയുണ്ട്. 80-20 എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഈ 20% ക്രൈസ്തവർക്ക് കിട്ടുന്നതെന്നാണ്. ഒരിക്കലും അല്ല. കാരണം ബാക്കി
മുസ്ലിം കമ്മ്യൂണിറ്റി കഴിഞ്ഞ് ബാക്കി 5 ഡിനോമിനേഷൻ, സിഖ്, ബുദ്ധ, ജൈന, പാർസി, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കി 20% കിടക്കുന്നത്. അപ്പോൾ 20%ത്തെ 5ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വെറും 4%. ഇനി ആ 4% തന്നെ ക്രിസ്ത്യൻ മുഴുവനുണ്ടോ? ഇല്ല. അവിടെയും ലത്തീൻ സമുദായവും കൺവേർട്ടഡ് ക്രിസ്ത്യൻസും ഉള്ളൂ. ഇനി നമ്മൾ ഈ മുസ്ലിം വിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ലത്തീൻ സമുദായത്തിലും സാമ്പത്തികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്നവരില്ലേ? അവരിലും ഇല്ലേ ജഡ്ജിമാർ, അവരിലും ഇല്ലേ IAS IPS ഉദ്യോഗസ്ഥർ, അവരിലും സാമ്പത്തികമായ ഉന്നതി നിൽക്കുന്നവരില്ലേ? വലിയ നികുതി, മറ്റാരും കൊടുക്കാത്ത രീതിയിൽ നികുതി കൊടുക്കുന്ന ആളുകൾ ഈ പറയുന്ന കൺവേർട്ടഡ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ലത്തീൻ സമുദായത്തിൽ നിന്നൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ ഉന്നമനത്തെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാനും പാടില്ല. അപ്പോൾ ഈ ഒരു രസകരമായ വസ്തുതയെയും ഇതിലൂടെ മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ 20% ക്രിസ്ത്യൻസിന് കിട്ടുമെന്ന് പറഞ്ഞു, 20% കിട്ടുന്നില്ല. അതും തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനവും പ്രചരണവുമാണ്. നമുക്ക് കിട്ടുന്ന നിലവിൽ ഈ ആനുപാതിക പ്രകാരം നമുക്ക് കിട്ടുന്ന 4%. അതിനോടനുബന്ധിച്ച് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നമുക്ക് എന്താണ് നേട്ടം കിട്ടുക? ഈ 4%ത്തെ 40%ആയി കിട്ടുമ്പോൾ അത് നേട്ടമാണോ നഷ്ടമാണോ? ഏറ്റവും മിനിമം 40% കിട്ടും. ഇപ്പോഴത്തെ 2011 സെൻസസ് പ്രകാരം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലാസ്റ്റ് സെൻസസ് അതാണല്ലോ കോടതി പറഞ്ഞ പ്രകാരം, അതാണെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം 40% കുറയാതെ കിട്ടും. അങ്ങനെ കുറയാതെ കിട്ടുമ്പോഴും ലത്തീൻ സമുദായത്തിനോ അല്ലെങ്കിൽ പരിവർത്തിത ക്രൈസ്തവ സമൂഹത്തിനോ ഒരു നഷ്ടവും വരാത്ത രീതിയിൽ യഥാർത്ഥ അർഹരായ നല്ലൊരു ശതമാനം കുട്ടികൾക്കും ഇത് കിട്ടുമെന്ന് മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ ഈ ലത്തീൻ സമുദായത്തിനൊക്കെ നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന 4% എന്ന് പറയപ്പെടുന്നത് അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-12% അവർക്ക് കിട്ടാവുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യും. കാരണം ഗവൺമെൻറ് ചില ക്രൈറ്റീരിയയിൽ കൊണ്ടുവരും, സാമ്പത്തിക അല്ലെങ്കിൽ ഫാമിലി ഇൻകം പോലെയുള്ള ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ അവിടെ ഒരു ക്രൈറ്റീരിയ നിശ്ചയിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു നഷ്ടവും കൂടാതെ ഇത് നേട്ടമായിട്ട് തന്നെ സഭയിലെ എല്ലാ സമൂഹങ്ങൾക്കും ബാധകമായിട്ട് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ന്യൂനപക്ഷ അവകാശം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ മാത്രമാണോ, അതോ മറ്റ് ഏതൊക്കെ മേഖലകളിൽ ഈ അവകാശം ലഭിക്കാവുന്നതാണ്? വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണത്തിൽ മാത്രമാണ് 80-20 എന്ന് പറയുന്ന ഒരു തിരിച്ചു വ്യത്യാസം കാണിച്ചത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിലും കാലാകാലങ്ങളായിട്ട് ഒരു സർക്കാരിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കാലാകാലങ്ങളായിട്ട് വളരെ വ്യക്തമായ ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അതിന് 1-2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, മൈനോറിറ്റി കമ്മീഷൻ. 3 അംഗങ്ങളുണ്ട്. നിലവിൽ ഇതുവരെയുള്ള കമ്മീഷൻ്റെ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ ചെയർമാൻമാരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറ്റി പിടിക്കാൻ ഒരു സർക്കാരും ധൈര്യപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല അതിനകത്ത് ഒരു ചെയർപേഴ്സണും ഒരു വനിതാ മെമ്പറും കഴിഞ്ഞാൽ 3-മതൊരു അംഗമുണ്ട്. ആ അംഗം മറ്റൊരു സമുദായത്തിൽ നിന്ന് വേണമെന്നായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. ആ നിയമത്തെ ഒരു ഓർഡിനൻസിലൂടെ മറികടന്നു KT ജലീൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ അനദർ എന്ന് പറയപ്പെടുന്നത് മാറ്റിയിട്ട് A എന്നാക്കി വെച്ചു. അതങ്ങ് സിമ്പിളായിട്ട് അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? 3 മെമ്പർമാരെ വേണമെങ്കിലും ഒരേ സമുദായത്തിൽ നിന്ന് വെക്കാം. കേരള സ്റ്റേറ്റ് മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരെണ്ണുണ്ട്, KSMDFC. ന്യൂനപക്ഷങ്ങളുടെ ലോണ് മറ്റ് ആനുകൂല്യങ്ങളാണ്. 3 to 7% 2 ലക്ഷം രൂപ തൊട്ട് അല്ലെങ്കിൽ 50,000 രൂപ തൊട്ട് 30 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കുന്ന, വിവിധ പദ്ധതികൾക്ക് ലോൺ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സ് 15 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന 7 ഡയറക്ടേഴ്സ് ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അതിനകത്ത് 5:2 ആണ്. 5 മുസ്ലിംസും 2 ക്രിസ്ത്യനുമാണ്. നമ്മൾ ഇന്ന് വരെ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്ത് നീതി അതിനകത്ത് നടപ്പിലാക്കപ്പെടുന്നത്? ഇനി എനിക്ക് വ്യക്തമായി പറയാൻ പറ്റത്തില്ലെങ്കിലും അനേകരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ കൊടുക്കുന്ന ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ, ലോൺ വിതരണം പോലും ഈ KSMDFC ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമായി കിട്ടേണ്ട ലോൺ വിതരണം പോലും ഈ 80:20 എന്നുള്ള റേഷ്യോയിലാണ് നടപ്പിലാക്കുന്നതെന്നാണ് പിന്നാമ്പുറങ്ങൾ പറയുന്നത്. ഞാൻ പക്ഷെ പല പ്രാവശ്യം വിളിച്ചു നോക്കി, ഞാൻ പല പ്രാവശ്യം നേരിട്ട് പോയി ചോദിച്ചു നോക്കി.
എനിക്കങ്ങനെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ പലരും നേരിട്ട് ചെന്നവരൊക്കെ പലരും എന്തുകൊണ്ടാണ് ഈ കിട്ടാത്തത്, എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് പരിഗണിച്ചിട്ട് ഇത് പരിഗണിക്കാൻ പറ്റുമെന്ന് പറയുന്നു എന്നാണ് പറയുന്നത്. അതിനെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ ഈ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്നത് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുടെ മാത്രം കാര്യത്തിലല്ല. മദ്രസ അധ്യാപകർക്ക് പെൻഷനും ആനുകൂല്യങ്ങളും, ഇതിപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പോലും ഗവർണർ പോലും പറഞ്ഞു അവർക്ക് 2000 രൂപ വെച്ച് മാസം കൊടുക്കാൻ പോകുന്നു. 12,500 എന്തോ 25,000 അങ്ങനെ എന്തോ മദ്രസ അധ്യാപകർക്ക്. അതേപോലെ തങ്ങളുടെ മക്കൾക്ക് വിശ്വാസം ഓതി കൊടുക്കുന്ന വിശ്വാസ പരിശീലകർ ക്രൈസ്തവ സമൂഹത്തിലില്ലേ? അതുപോലെ വേദമോതി കൊടുക്കുന്ന വേദാധ്യാപകർ ഹൈന്ദവ സമൂഹത്തിലില്ലേ? അവരൊന്നും പരിഗണിക്കുന്നില്ലല്ലോ. നമ്മൾ മൈനോറിറ്റിപ്പെട്ടവരല്ലേ? ക്രൈസ്തവ അധ്യാപകർ മൈനോറിറ്റിപ്പെട്ടവരല്ലേ? ഇനി അതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയുമോ? ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി അത് ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരാമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ വചനം അങ്ങനെയല്ലേ പറയുന്നത്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അതെ, പ്രത്യാശ നമ്മളെ നിരാശരാക്കാത്തടത്തോളം കാലം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു പുതിയ കാൽവെപ്പായിട്ട് തന്നെ വേണം നമ്മൾ കാണാൻ. നമുക്ക് സർക്കാരിലുള്ള വിശ്വാസത്തെ, അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരുകളെ എന്നും വിശ്വാസത്തിലെടുത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പിനെ നമുക്ക് സ്വാഗതം ചെയ്യണം. ഒപ്പം അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് കാണണം. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന ജനങ്ങളുടെ സമൂഹത്തിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള വിശ്വാസം. ഇങ്ങനെ ഒരു കേസ് കൊടുക്കാനും ഹൈക്കോടതിയിൽ അതിനുവേണ്ടി പോയി സമയവും ധാരാളം പണവും ഒക്കെ താങ്കൾക്ക് ചെലവഴിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. ഈ കാര്യത്തിൽ താങ്കളെ ആരൊക്കെ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത്, ഇതിനൊത്തിരി സാമ്പത്തികമായ ആവശ്യം വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ അഡ്വക്കേറ്റ്സിനെയാണ്. കാരണം രാജു ജോസഫ് സാറും ജൂലിയൻ സാറും അവർ സാധാരണഗതിയിൽ വാങ്ങുന്ന ഫീസിൻ്റെ നല്ലൊരു ശതമാനം, ഒരു 50% അവർ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഒരു കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് അത്രയും അവർക്കും ഒരു ഫീൽ വന്നതുകൊണ്ടാണ്. പിന്നെ ചെറുതും വലുതുമായ രീതി പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് അനേകരുണ്ട്. പേര് പറയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. പേര് പറയാനാണെങ്കിൽ ഒത്തിരി പേരുടെ പേര് പറയണം. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പിതാവ്, പാലക്കാട് രൂപതയുടെ പിതാവ്, മാനത്തോടത്ത് പിതാവും, ഞങ്ങളുടെ കൊച്ചു പിതാവ് പീറ്റർ പിതാവും, ഞാൻ ആകെപ്പാടെ ഇതിനെപ്പറ്റി എൻ്റെ വ്യക്തിപരമായ കൂട്ടായ്മയിലുള്ളവർക്ക് പുറത്ത് ഞാൻ ഔദ്യോഗിക തലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ 2 പിതാക്കന്മാരോടാണ്. കേസ് കൊടുക്കുന്നതിന് തലേദിവസം ഞാൻ പറഞ്ഞിരുന്നു, അഡ്മിഷൻ കഴിഞ്ഞപ്പോഴും പറഞ്ഞു. ഓരോ സ്റ്റേജിലും ഞാൻ പിതാവിനെ വിളിച്ച് പറയുമായിരുന്നു, പിതാവ് ഇങ്ങനെ, അപ്പോൾ പിതാവ് സൂക്ഷിക്കണം, നന്നായിട്ട് നീങ്ങുക, നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവരുടെ സപ്പോർട്ട്, അവർ തരുന്ന അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും പിതാവ് എന്ന് ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അഡ്മിഷൻ സ്റ്റേജിൽ ഞാൻ എൻ്റെ ബലി ഇന്ന് ഇതിനു വേണ്ടി തന്നെ സമർപ്പിക്കാം. കാരണം ഇതൊരു കേരള സമൂഹത്തിൻ്റെ ഒരു നിലവിളിയാണ്. ആ നിലവിളിക്കുള്ള ഉത്തരമാണെന്നാണ് അന്ന് പിതാവ് പറഞ്ഞത്. പിതാവ് ഇന്നലെയും എന്നെ വിളിച്ചു, ഇന്ന് രാവിലെയും എന്നെ വിളിച്ചുണർത്തിയത്. പിതാവ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നത് പോലും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് അഭിമന്യ എൻ്റെ രൂപതയിലെ പിതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാരെ മനത്തോർത്ത് പിതാവും പീറ്റർ പിതാവും, അവരുടെ സപ്പോർട്ട്, അവരുടെ പ്രാർത്ഥന, ഒപ്പം ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച അനേക വൈദികരുണ്ട്, അനേക കോൺവെൻറ്റുകളിലിരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. ഇതുപോലെ ഈ കൂട്ടായ്മയോട് ചേർന്ന് അനേക വിവിധ സ്ഥലങ്ങളിലിരുന്ന് വിവിധ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്വക്കേറ്റ്സിന് പോലും ഫീസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു വ്യക്തിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ എന്നുള്ള രീതിയിലാണ്, ഇത്തരം വലിയൊരു കാര്യമല്ലേ, നമുക്ക് ചെയ്യണം, നീ വിജയിച്ച് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ അഡ്വക്കേറ്റ്സിനെ നേരിട്ട്, ഞാൻ മേടിക്കുക പോലും ചെയ്തില്ല, ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ നേരിട്ട് അയച്ചു കൊടുത്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. എന്ത് ധൈര്യത്തിലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു പരിചയമില്ലാത്ത ഒരാൾ ഇതിനു മുമ്പ് ഒരു കേസ് നടത്തി വിജയിച്ച്, ഇങ്ങനൊരു പൊതു വിഷയത്തിൽ ഒരു കേസ് നടത്തി വിജയിച്ച് മുൻപരിചയം ഇല്ലാത്തൊരു വ്യക്തി ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാൻ ധൈര്യം കാണിച്ച വ്യക്തികൾ മുതൽ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്തവർ, എൻ്റെ കുടുംബം, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള അനേകരുടെ സപ്പോർട്ടിൻ്റെ ഫലമാണ്
ഇത് പേര് പറയാനാണെങ്കിൽ വലിയൊരു സമൂഹമുണ്ട്. വലിയ സമൂഹത്തിൻ്റെ സപ്പോർട്ടാണ്. അതുകൊണ്ട് ഒരു വ്യക്തിപരമായ വിജയമല്ല, ഇതൊരു കേരളത്തിലെ ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ പരിപൂർണ വിജയമാണ്. സമുദായത്തിൽ താങ്കൾ കേവലം ഒരു ആത്മായ സഹോദരനാണ്. സമുദായ നേതൃത്വം, പ്രത്യേകിച്ച് ആത്മീയ നേതൃത്വം, ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളുണ്ടല്ലോ, ഭക്തസംഘടനകളും മറ്റുമൊക്കെ. അപ്പോൾ ഈ ഒരു വിധി വന്നപ്പോൾ ആ നേതൃത്വത്തിൽ നിന്ന് താങ്കളെ വിളിക്കുകയോ അഭിനന്ദിക്കുകയോ അങ്ങനെയൊക്കെയുള്ള നല്ല നടപടികളൊക്കെ ഉണ്ടായോ? ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയരുതെന്നാണല്ലോ നമ്മുടെ പൊതുവേ ഉള്ളൊരു ക്രൈസ്തവ നിലപാട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും മറ്റുള്ളവർ അറിയണമെന്ന് പൊതുവെ ആഗ്രഹിച്ചിട്ടുമില്ല, നമ്മൾ ചെയ്തിട്ടുമില്ല. എങ്കിലും ഒത്തിരിയേറെ പേരുടെ സപ്പോർട്ടും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വിധി വന്നതിന് ശേഷം അനേക യുവജന സംഘടനകൾ, KCYM, MCYM, സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ്, അതുപോലെ ക്രോസ്, കാസ, DCF, അങ്ങനെയുള്ള പല അറിയുന്നതും അറിയപ്പെടാത്തതുമായ പല യുവജന സംഘടനകളും യുവജന കൂട്ടായ്മകളും വിളിച്ച് ഒത്തിരിയേറെ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും അവരുടെ കൂട്ടായ്മ ചേരലുമൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങേക്കുള്ള ഒരു അഭിനന്ദനങ്ങൾ, അങ്ങേക്കും കൂടെ പ്രവർത്തിച്ചവർക്കും ഒക്കെയുള്ള ഒരു അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ കിടന്ന ചില വികാരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്രയും വികാരപരമായ പ്രകടനമാണ് അവർ നടത്തിയത്. അതേസമയം ചില സംഘടന അല്ലെങ്കിൽ സഭയുടെ ഔദ്യോഗിക സംഘടനാ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. യുവജനങ്ങളോടായിട്ട് എന്താണ് അങ്ങേക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? എനിക്ക് അവരോടെ പറയാനുള്ളൂ. കാരണം അമൽ എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിനിടയ്ക്ക് കുടുംബം പോറ്റാൻ ഉത്തരവാദിത്തമുള്ള വീട്ടിലെ ഏക മകനായ ചെറുപ്പക്കാരൻ, അവൻ്റെ സമയത്തിൻ്റെ ഒരു പങ്ക്, അവൻ്റെ ജീവിതത്തിനൊരു പങ്ക് തൻ്റെ സമുദായത്തിന് നിഷേധിക്കപ്പെടുന്ന ഒരു നീതിക്ക് വേണ്ടി, നീതി നേടിയെടുക്കാൻ വേണ്ടി മാറ്റിവെച്ചപ്പോൾ അതിലൂടെ പിറന്നത് ഒരു ചരിത്ര സംഭവമാണ്. ഇത് നമുക്കൊരു വഴികാട്ടിയാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, പരിശുദ്ധ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് ഈ കേരള മണ്ണിൽ, ഭാരത മണ്ണിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഉണർന്നേ പറ്റൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെ കാണിക്കുന്ന ഈ പ്രസരിപ്പും തീഷ്ണതയും മുന്നോട്ടുള്ള സഭയുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിലും സംരക്ഷിക്കുന്ന കാര്യത്തിലും സഭയെ പടുത്തുയർത്തുന്ന കാര്യത്തിലും നിങ്ങൾ കാണിച്ചാൽ നമ്മുടെ സഭയ്ക്ക് ഒരു തകർച്ചയുണ്ടാകത്തില്ല. ക്രൈസ്തവ സമൂഹം ഇവിടെ നാമാവശേഷമാകത്തില്ല. ക്രൈസ്തവ സമൂഹത്തെ മാർജിനലൈസ് ചെയ്ത് മാറ്റി നിർത്താൻ ഈ ലോകത്ത് ആർക്കും തന്നെ സാധിക്കത്തില്ല. അതിന് നമ്മൾ ഓരോരുത്തരും ഉണരണം, യുവജനങ്ങൾ ഉണരണം. അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ കേസിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കൽ എന്ന താങ്കൾക്ക് എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഭീഷണിയും പ്രതിസന്ധിയും പ്രതികൂലങ്ങളും ഒന്നുമില്ലാത്തൊരു ജീവിതം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. നമ്മുടെ പൂർവികരത് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം മൈഗ്രേഷൻ കാലഘട്ടത്തിൽ നമ്മുടെ മലബാർ മേഖലയിലേക്ക് കുടിയേറിയ നമ്മുടെ കാരണവന്മാർ, ഞാനും മലബാറുകാരനാണ്, നമ്മുടെ കാരണവന്മാർ ശരിക്കും പറഞ്ഞ കാട്ടുമൃഗങ്ങളോടും അന്നത്തെ രോഗാവസ്ഥകളോടും മലമ്പനിയോടും ഒക്കെ മല്ലിട്ട് തന്നെയാണ്. ഇതിനപ്പുറത്തെ ഭീഷണികളായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. ആ ഭീഷണികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തെ ഇവിടെ ശക്തമായി കെട്ടിപ്പടുക്കിയത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് വരുന്ന ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ 4 തെറിവിളിയോ ഒരു ഭീഷണിയോ വളരെ നിസ്സാരമാണ്. അതിനൊന്നും അങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കാൻ വേണ്ടി സാധിക്കില്ല. അതെന്തായാലും നടുവിലും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് താങ്കളെ മുൻപോട്ട് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് മാത്രമേ ഉള്ളൂ, തമ്പുരാൻ മാത്രമേ ഉള്ളൂ. സഭയുടെയും സമുദായത്തിൻ്റെയും ചരിത്രത്തിൽ തങ്കലിപികളിൽ തന്നെ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു അധ്യായം രചിക്കുവാനായിട്ട് ദൈവം താങ്കളെ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നതിൽ അവിടത്തേക്ക് നമുക്ക് നന്ദി പറയാം. വീണ്ടും ഇതുപോലെയുള്ള ധാരാളം പ്രവർത്തനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുവാനായിട്ട് താങ്കൾക്ക് ദൈവം ശക്തി നൽകട്ടെ.